ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ അധ്യായത്തിൽ നോർവേയിലെ വെളുത്ത രാത്രികൾ എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വെളുത്ത രാത്രികൾ എന്ന ഈ പ്രതിഭാസത്തിന് കാരണം ഗ്രീഷ്മ അയനാന്ത ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇംഗ്ലീഷിൽ അതിനെ സമ്മർ സോളിസിറ്റ്സ് എന്നാണ് വിളിക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജൂൺ 21-ാം തീയതി സൂര്യപ്രകാശം വളരെ അധികം ലഭിക്കുന്നതാണ് ഈ ഒരു പ്രത്യേകതയ്ക്ക് കാരണം. ഇത് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഈ ലാപ്ടോപ്പിൽ തന്നെ നമുക്കൊന്ന് സിമുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇത് സിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സിമുലേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്റ്റെല്ലേറിയം തുറന്നു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മെനുകൾ ഒന്നും തന്നെ കാണാനായിട്ട് കഴിയില്ല. മൗസ് ഇടതുഭാഗത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഇടതുഭാഗത്തുള്ള മെനു കാണാനായിട്ട് കഴിയുക. അതുപോലെ താഴ്വശത്തും കുറച്ച് മെനുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നോർവേയിലെ ട്രോംസൺ എന്ന ഒരു പ്രദേശത്തുള്ള ആ ഒരു ജൂൺ 21-ന് ഉള്ള ആ ഒരു സൂര്യൻ്റെ ഒരു യാത്രയെ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ലൊക്കേഷൻ വിൻഡോയിലേക്ക് വരുന്നു. ഇവിടെ നിന്നും ട്രോംസോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ട്രോംസോ നോർവേ എന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റേതാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു പ്രദേശത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ പേര് ഉണ്ടെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാം. ട്രോംസോ നോർവേ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇടതുഭാഗത്ത് താഴ്വശത്ത് കാണാം. ട്രോംസോ എന്ന ഭാഗത്താണ് കാണാം. ഇനി രണ്ടാമതായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അവിടുത്തെ ഡേറ്റും ടൈമുമാണ്. നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ജൂൺ മാസത്തിലേതാണ്. ജൂൺ മാസം 21-ാം തീയതിയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. 21. അതുപോലെ സമയം വൈകുന്നേരമുള്ള 6 മണിയാണ്. 6 മണി 24 മണിക്കൂർ സംവിധാനമായതുകൊണ്ട് നമുക്ക് 18 12ഉം 6ഉം ചേർന്ന് 18 സമയം. അതുപോലെ മിനിറ്റ് 0 ആക്കി നൽകാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നും സൂര്യനെ കാണുന്നതിന് വേണ്ടി സെർച്ച് വിൻഡോ എന്ന ഓപ്ഷനിലേക്ക് വരുന്നു. സെർച്ച് വിൻഡോയിൽ സൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സൂര്യനെ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സൂര്യനെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി ഇത് മറ്റേതെങ്കിലും പശ്ചാത്തലത്തിലൊക്കെ തന്നെ കാണണമെങ്കിൽ ഇവിടെ സ്കൈ ആൻഡ് വ്യൂയിങ് എന്നൊരു ഓപ്ഷനുണ്ട്. തിയറി പരീക്ഷകളിലൊക്കെ തന്നെ ചോദിച്ചേക്കാം. ഇവിടെ ലാൻഡ്സ്കേപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് മൂണിൽ നിന്നുമുള്ള ദൃശ്യം നമുക്ക് ലഭിക്കും. നെപ്റ്റ്യൂണിൽ നിന്നുള്ള ദൃശ്യം ലഭിക്കും. ഓഷ്യൻ, സാറ്റേൺ, അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ലാൻഡ്സ്കേപ്പിലൂടെ നമുക്ക് ഈ ആകാശം നിരീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു യാത്ര, ഒരു ആനിമേഷൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ താഴ്വശത്ത് ഇതാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിനുള്ള ബട്ടൺ. ഇത് ഈ സ്റ്റെല്ലറി ക്ലോസ് ചെയ്യുന്നുള്ള വിൻഡോയാണ്. അതിനോട് തൊട്ടടുത്ത് തന്നെ കാണുന്ന ഇൻക്രീസ് ടൈം സ്പീഡ് എന്നുള്ള ഭാഗമുണ്ട്. ഈ ഭാഗം 3 തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിങ്ങനെ വേഗത്തിൽ അത് മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമുക്കിവിടെ കാണാം. താഴെ ചുവപ്പ് നിറത്തിൽ വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കാണ് സൂര്യൻ പോകുന്നത് എന്ന് നമുക്ക് ഈ താഴെ നിന്ന് നോക്കിയാൽ കാണാം. ഇത് കാണുന്നില്ല എങ്കിൽ മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് വീണ്ടും പഴയത് രൂപത്തിലേക്ക് തന്നെ വരുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന സെറ്റ് നോർമൽ ടൈം റേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ആ ഒരു നോർമൽ റേറ്റിലേക്ക് തന്നെ പോകുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സ്റ്റെല്ലേറിയം ക്ലോസ് ആയി വരുന്നു.